അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിലെ 1 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെ ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം കണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പരിശോധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله ما في السماوات وما في الأرض ليجزي الذين أساءوا بما عملوا ويجزي الذين أحسنوا بالحسنى. ولله അല്ലാഹുവിന് ഉള്ളതാകുന്നു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും. സമാഇൻ്റെ ജംആണ്, ബഹുവചനമാണ് സമാവാത്ത്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹുവിനുള്ളതാകുന്നു. അല്ലാഹുവിനുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവാകുന്നു അതിൻ്റെ സ്രഷ്ടാവ്, അല്ലാഹുവാകുന്നു അതിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ അനന്തരാവകാശിയും അല്ലാഹു തന്നെയാണ്. അപ്പോൾ അല്ലാഹുവാണ് സൃഷ്ടിച്ചത് ആകാശങ്ങളെയും അവയിലുള്ളതിനെയും ഭൂമിയെയും അവയിലുള്ളതിനെയും. അതിൻ്റെ മുൽക്ക്, അതിൻ്റെ അധികാരം, അതിൻ്റെ ഉടമസ്ഥത അല്ലെങ്കിൽ മിൽക്ക്, അതിൻ്റെ ഉടമസ്ഥത അല്ലാഹുവിനാകുന്നു. ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു, ലിയജ്സിയ അവൻ പ്രതിഫലം നൽകാൻ വേണ്ടി. ജസാ യജ്സി ജസാഅൻ, ജസാ യജ്സി ജസാഅൻ, പ്രതിഫലം നൽകുന്നതിനാണ്. ജസാ, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, പ്രതിഫലം നൽകുന്നതിനാണ് ജസാ യജ്സി ജസാഅൻ എന്ന് പറയുന്നത്. ലിയജ്സിയല്ലദീന, ലിയജ്സിയ അവൻ പ്രതിഫലം നൽകാൻ വേണ്ടി. ആർക്ക്? അല്ലദീന ഒരു വിഭാഗത്തിന്. ആരാണവർ? അസാഉ, അസാ എന്ന് പറഞ്ഞാൽ സൂ പ്രവർത്തിക്കുക, മോശം പ്രവർത്തിക്കുന്നതിനാണ് അസാ എന്ന് പറയുന്നത്. സൂ എന്ന് പറഞ്ഞാൽ മോശം, അസാ എന്ന് പറഞ്ഞാൽ സൂ പ്രവർത്തിക്കുക, മോശം പ്രവർത്തിക്കുക. അസാ യുസീഉ ഇസാഅതൻ, അസാ യുസീഉ ഇസാഅതൻ, മോശം പ്രവർത്തിക്കുന്ന. അപ്പോൾ മോശം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി. എന്തു പ്രതിഫലം? ബിമാ അമിലു, അവർ എന്തൊന്നാണോ പ്രവർത്തിച്ചത് അതിന് തുല്യമായത്. അമില യഅമലു അമലൻ, അമില എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക, യഅമലു അമലൻ. ബിമാ അമിലു അവർ പ്രവർത്തിച്ചതിന് തുല്യമായ പ്രതിഫലം അവർക്ക് നൽകാൻ വേണ്ടി. വയജ്സിയ അതേപോലെ തന്നെ അവൻ പ്രതിഫലം നൽകാൻ വേണ്ടി. അല്ലദീന ഒരു വിഭാഗത്തിന്. അവരാരാണ്? അഹ്സനു അവർ നന്മ ചെയ്തവരാണ്. അഹ്സന എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുക. അഹ്സന യുഹ്സിനു ഇഹ്സാൻ, അഹ്സന സുഹൃതം ചെയ്യുക, നന്മ ചെയ്യുക.
അങ്ങനെ നന്മ ചെയ്തവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി എങ്ങനെ പ്രതിഫലം? ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതുകൊണ്ട്. ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. ഹുസ്ന ഏറ്റവും നല്ലത്. ഹസനായിട്ടുള്ളതിനാണ് ഹുസ്ന എന്ന് പറയുന്നത്, ഏറ്റവും നല്ലത്. അപ്പോൾ 31 അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെയും അതിലുള്ളതിൻ്റെയും ഉടമസ്ഥത അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ അവൻ നിശ്ചയിച്ചതാണ് സൽക്കർമ്മം ചെയ്യുന്നവർക്ക് നല്ല പ്രതിഫലം, ദുഷ്കർമ്മം ചെയ്യുന്നവർക്ക് ചീത്തയായ പ്രതിഫലം. അതിൽ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്ക് സാധ്യമല്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൻ്റെ ആധിപത്യമാണ്, അവൻ്റെ പ്രപഞ്ചമാണ്, അവൻ്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ് പ്രതിഫലം നൽകലും ശിക്ഷിക്കലും. അതുകൊണ്ടാണ് ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞത്. വലില്ലാഹി, അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാകുന്നു. മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെതാണ്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അള്ളാഹു എന്താണോ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാവതല്ല, ചോദ്യം ചെയ്തിട്ട് കാര്യമല്ല. എന്നാൽ വഹും യുസ്അലൂൻ, നിങ്ങളെ അള്ളാഹു ചോദ്യം ചെയ്യും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് അള്ളാഹു നരകം സൃഷ്ടിച്ചു? എന്തിനാണ് അള്ളാഹു ജനങ്ങളെ ശിക്ഷിക്കുന്നത്? എന്തിനാണ് അള്ളാഹു അങ്ങനെ ശിക്ഷയുണ്ടെന്ന് റബ്ബിനറിയാം, മനുഷ്യർ തെറ്റ് ചെയ്യുമെന്നും അള്ളാഹുവിനറിയാം, എന്നിട്ടും എന്തിനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അള്ളാഹു പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല. എന്നാൽ നമ്മോട് അള്ളാഹു ചോദിക്കും. കാരണം അള്ളാഹു നമ്മുടെ സൃഷ്ടാവും നമ്മുടെ മേൽ അധികാരമുള്ളവനുമാണ്, മനുഷ്യർ വെറും സൃഷ്ടികളും അടിമകളുമാണ്. അതുകൊണ്ട് ഈ ആധിപത്യം, അതിനുള്ള കഴിവ് അത് റഹ്മാനായ റബ്ബിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലിയജ്സിയല്ലദീന അസാഉ, മോശമായത് പ്രവർത്തിച്ച ആളുകൾക്ക് ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം. അതുകൊണ്ടുള്ള ഉദ്ദേശം ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്, മിസ്ഖാൽ ദർറത്ത് ചെയ്തത് ഷർറാണെങ്കിൽ യറഹു, അതിൻ്റെ പ്രതിഫലം അഥവാ ശിക്ഷ അവർക്ക് ലഭിക്കും. വയജ്സിയല്ലദീന അഹ്സനു, ഇഹ്സാൻ ചെയ്ത ആളുകൾക്ക്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി ഒരു നന്മ ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്, വമൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? മതത്തിലെ ഏറ്റവും ഉയർന്ന ദർജയാണ് ഇഹ്സാൻ. ആദ്യം ഇസ്ലാം, പിന്നെ ഈമാൻ, മൂന്നാമത്തത് ഇഹ്സാൻ. അപ്പോൾ ഒരാൾ സത്യവിശ്വാസിയായതിനു ശേഷം പിന്നെ അയാളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് ഇഹ്സാൻ. അതിന് പ്രവാചകൻ നൽകിയ മറുപടി അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് മുന്നിലുള്ളത്. അപ്പോൾ ആ വ്യക്തി ആരെയെ കാണിക്കുള്ളൂ? അള്ളാഹിനെ മാത്രമേ കാണിക്കുള്ളൂ. കാരണം അള്ളാഹുവിനെ മുന്നിൽ കാണുമ്പോൾ സൃഷ്ടികളെ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു തൻ്റെ മുന്നിലുണ്ട് എന്നുള്ള നിലക്ക് അത്രയും പടച്ച റബ്ബിൻ്റെ മുന്നിലാണ് ഞാനിത് ചെയ്യുന്നത്, ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ തൊട്ട് മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹു കാണുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ നേർക്കുനേരെ കാണുന്നുണ്ട്. ഈ ഒരു മനോഭാവത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും റിയാഓ നിഫാഖോ ഉണ്ടാവുകയില്ല, കാപട്യം ഉണ്ടാവുകയില്ല, മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. കാരണം അള്ളാഹു മുന്നിൽ നിൽക്കുന്നുണ്ട്. ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്, ഇനി അത്രയും പടച്ചറബ്ബ് മുന്നിലുണ്ട് എന്നുള്ള ഒരു ഫീലിങ്ങിലേക്കൊന്നും എത്താൻ മാത്രം മനസ്സ് ഉയർന്നിട്ടില്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നെങ്കിലും മിനിമം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട്, എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് റബ്ബിനെ കാണിക്കാനും അള്ളാഹുവിനെ കേൾപ്പിക്കാനും വേണ്ടി ഒരു അമല് ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ഒരു കാര്യം നന്മയാവണമെങ്കിൽ അത് ബാഹ്യമായി മാത്രം നന്മയായാൽ പോരാ, മറിച്ച് അതിൻ്റെ ഉള്ളുകൂടി ശരിയാവണം. ഉദാഹരണത്തിന് ഒരു പാവപ്പെട്ട ഒരാൾ സദഖ നൽകി സഹായിക്കുന്നു. ഈ സദഖ നൽകുന്നത് പ്രത്യക്ഷത്തിൽ പുണ്യമാണ്, എല്ലാവരും അതിനെ പുണ്യമെന്ന് പറയും. പക്ഷേ ഇസ്ലാമിൽ അത് പുണ്യമാവണമെങ്കിൽ
ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. അത്യുന്നതനായ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കണം. അത്യുന്നതനായ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുമ്പോഴാണ് ആ അമൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നത്. എന്നാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിക്കുന്നവരെ പോലെ നിങ്ങളാവരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാമിൽ ഒരു കാര്യം നന്മയാവണമെങ്കിൽ അതിൻ്റെ ബാഹ്യവശം മാത്രം ശരിയായാൽ പോരാ, അത് ചെയ്യുന്ന ആളുടെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉണ്ടാവുകയും വേണം. ഇതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അതിന് മാത്രമേ പ്രതിഫലമുള്ളൂ. അതുകൊണ്ടാണ് വയജ്സിയല്ലദീന അഹ്സനൂ, ആത്മാർത്ഥമായി നന്മ ചെയ്ത ആളുകൾക്ക് ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതുകൊണ്ട് അള്ളാഹു പ്രതിഫലം നൽകും. എന്താണ് ആ ബിൽ ഹുസ്ന? വഹിയൽ ജന്ന, സ്വർഗമാണ് അതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു പറയുന്നത് സുഹൃതത്തിൻ്റെ പ്രതിഫലം മറ്റൊരു സുഹൃതമല്ലയോ. അപ്പം നിങ്ങൾ നന്മ ചെയ്താൽ അതിന് നല്ല പ്രതിഫലം. എന്നാൽ ഫജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ, ഒരു തെറ്റിൻ്റെ പ്രതിഫലം അതേപോലത്തെ ഒരു തിന്മയായിരിക്കും, ഒരു ശിക്ഷയായിരിക്കും. അപ്പോൾ സുഹൃതം ചെയ്ത ആളുകൾക്ക് സ്വർഗവും തിന്മ ചെയ്ത ആളുകൾക്ക് നരകവും അള്ളാഹു നൽകുന്നു. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. കാരണം ഇതില്ലാതെയും അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മലക്കുകൾക്ക് സ്വർഗവുമില്ല നരകവുമില്ല. മൃഗങ്ങൾക്ക് സ്വർഗവുമില്ല നരകവുമില്ല. പർവ്വതങ്ങൾക്ക്, ആകാശങ്ങൾക്ക്, നക്ഷത്രങ്ങൾക്ക് സ്വർഗവുമില്ല നരകവുമില്ല. ഉണ്ടാകുമായിരുന്നു, പക്ഷേ അവർ എന്തു പറഞ്ഞു? ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. മനുഷ്യൻ അത് ഏറ്റെടുത്തു എന്നാണ്. സൂറത്തുൽ അഹ്സാബിൽ അവസാനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന അറദ്നൽ അമാന അല സമാവാതി വൽ അർദി വൽ ജിബാൽ. അള്ളാഹു അമാനത്ത് ആകാശങ്ങളെ കാണിച്ചു, ഭൂമിയെ കാണിച്ചു, പർവ്വതങ്ങളെ കാണിച്ചു. ഫഅബൈന അൻ യഹ്മിൽനഹ, അത് സ്വീകരിക്കുവാൻ അവർ വിസമ്മതിച്ചു. വ അഷ്ഫഖ്ന മിൻഹ, അതിനെക്കുറിച്ച് അവർക്ക് പേടി തോന്നി. വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. അപ്പോൾ മനുഷ്യവർഗം അത് ഏറ്റെടുത്തു. പർവ്വതങ്ങളും ഭൂമിയും ആകാശങ്ങളും ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. എന്തായിരുന്നു അവരോട് പറഞ്ഞ അമാനത്ത്? നന്മ ചെയ്താൽ സ്വർഗം, തെറ്റ് ചെയ്താൽ നരകം. ഈ കണ്ടീഷൻ സ്വീകാര്യമാണോ എന്നതാണ് ചോദ്യം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളായ നാമും ആ കരാറിലാണുള്ളത്. നന്മ ചെയ്താൽ സ്വർഗം, തെറ്റ് ചെയ്താൽ നരകം. ഈ കരാറ് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അമ്പിയാക്കളും. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും തോന്നിയേക്കാം, നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു കരാർ. എന്നാൽ അറിഞ്ഞോളൂ, അതിനാണ് വേദഗ്രന്ഥം. അള്ളാഹു പറയാണ് അങ്ങനൊന്ന് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം മനുഷ്യൻ്റെ ആ പേര് തന്നെ എന്താണ്? ഇൻസാൻ എന്ന് പറഞ്ഞാൽ നിസിയാൻ എന്നാണ്, മറന്നുപോയതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അസറിനും മഗ്രിബിനും അടക്കാണ് മറന്നുപോയത്. ആ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്നുള്ളത്. മറവി സംഭവിക്കും. ഈ മറവി സംഭവിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനാണ് മുദക്കിർ. അതുകൊണ്ടാണ് അമ്പിയാക്കൾക്ക് മുദക്കിർ എന്നാണ് പേര്. എന്താണ് മുദക്കിർ എന്ന് പറഞ്ഞാൽ? ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ ആ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു നിർവഹിക്കുന്നു ഖുർആനിലൂടെ. ഖുർആനിൻ്റെ മറ്റൊരു പേരാണ് ദിക്ർ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ. അള്ളാഹു ദിക്റിന് ഇറക്കി. എന്താ? ഓർമ്മപ്പെടുത്തുന്നതിന് ഇറക്കി. മുഹമ്മദ് നബിയോട് പറഞ്ഞു, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഓർമ്മപ്പെടുത്തുന്ന ആളാണ്. അപ്പം നബിയും ഖുർആനും നമ്മൾ ഓർമ്മപ്പെടുത്തി ഇങ്ങനൊരു കരാറ് ഉണ്ട്. പിന്നെ അത് സ്വീകരിക്കുക, അത് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. വയജ്സിയല്ലദീന ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന. അപ്പോൾ സുഹൃതം ചെയ്തവർക്ക് സ്വർഗം, തെറ്റ് ചെയ്തവർക്ക് നരകം. ആകാശഭൂമികളുടെ ഉടമസ്ഥത അള്ളാഹുവിനാകുന്നു. ഇനി നമുക്കത് കീഴ്പ്പെട്ട് റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കലല്ലാതെ മറ്റു നിർവാഹമില്ല. ഇനി ആരാണ് ഈ സുഹൃതം ചെയ്ത ആളുകൾ? അവരുടെ പ്രത്യേകതയാണ് 32-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة
هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى ويجزي الذين أحسنوا بالحسنى. ഇഹ്സാൻ ചെയ്തവർക്ക് നല്ലതുകൊണ്ട് പ്രതിഫലം തരാൻ എന്ന് പറഞ്ഞിട്ട് ഇനി അവർ ആരാണ് എന്നാണ് ഇതിൽ പറയുന്നത്. അല്ലദീന, അവർ ആരാണ്? ഈ ഇഹ്സാൻ ചെയ്തവർ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീന, അവർ ഒരു ടീമാണ്. യജ്തനിബൂന, അവർ വിട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നു. വിട്ടു നിൽക്കുന്നു, ഉപേക്ഷിക്കുന്നു. ഇജ്തനബ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. ഇജ്തനബ യജ്തനിബു ഇജ്തിനാബൻ. ഇജ്തനബ യജ്തനിബു ഇജ്തിനാബൻ. അല്ലദീന യജ്തനിബൂന, അവർ ഉപേക്ഷിക്കുന്നു. എന്തിനെ? കബായിറൽ ഇസ്മി, വലിയ പാപങ്ങളെ, വൻ പാപങ്ങളെ. കബീറിൻ്റെ ജംആണ് കബായിർ. കബായിർ, കബീറിൻ്റെ ജംആണ് കബായിർ, വൻ പാപങ്ങൾ. അതാണ് കബായിറൽ ഇസ്മി. ഇസ്മ എന്ന് പറഞ്ഞാൽ പാപം, കബായിറുൽ ഇസ്മ എന്ന് പറഞ്ഞാൽ വൻ പാപങ്ങൾ. വൻ പാപങ്ങളെ അവർ ഒഴിവാക്കുന്നു, ഉപേക്ഷിക്കുന്നു. അതേപോലെ തന്നെ വൽ ഫവാഹിഷ, നീചവൃത്തികൾ. ഫാഹിഷത്തിൻ്റെ ജംആണ് ഫവാഹിഷ്. നീചവൃത്തി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തരംതാണ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ലൈംഗിക അരാജകത്വങ്ങൾക്കാണ് ഫാഹിഷത്ത് എന്ന് പറയുന്നത്. സെക്ഷലി സംഭവിക്കുന്ന എല്ലാ ഡീവിയേഷൻസ്, വ്യതിയാനങ്ങൾ, ശരിയായ മാർഗത്തിലൂടെ അല്ലാത്ത എല്ലാം, അതാണ് ഫാഹിഷത്ത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള നീചവൃത്തികൾ, മോശമായ കാര്യങ്ങളും വൻ പാപങ്ങളും ഉപേക്ഷിക്കുന്നവരാണവർ. ഇല്ലല്ലമം, ലമമുകൾ ഒഴികെ. ലമം എന്ന് പറഞ്ഞാൽ സഗീറുദ്ദുനൂബ്, ചെറിയ പാപങ്ങൾ. മനുഷ്യർ എന്നുള്ള നിലക്ക് ചെറിയ തെറ്റുകൾ അവർക്ക് സംഭവിച്ചേക്കാം. അതാണ് ലമം എന്ന് പറഞ്ഞാൽ സഗീറുദ്ദുനൂബ്. അലമ്മ യുലിമ്മു ഇൽമാമൻ. അലമ്മ എന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റുകൾ സംഭവിക്കുക. അലമ്മ യുലിമ്മു ഇൽമാമൻ. ലമം എന്ന് പറഞ്ഞാൽ സഗീറുദ്ദുനൂബ്. അതേപോലെ തന്നെ അല്ലമം എന്നതിന് മുഖാറബത്തു ദംബ് മിൻ ഗൈരി മുവാഖഅത്തിൻ ലഹു, തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നാൽ ചെയ്യാതെ മാറി നിൽക്കുക, അതിനും ലമം എന്ന് പറയും. അതായത് ഒരു വലിയ തെറ്റ് ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നു, കബീറു ദംബ്, വൻപാപം. ആ വൻപാപം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്നു, അതിലേക്ക് വീഴുന്നില്ല, അതിൽ പ്രവേശിക്കുന്നില്ല. പക്ഷേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതിനോടടുത്ത കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ അതിലേക്ക് പോകുന്നില്ല. അതിനും ലമം എന്ന് പറയും. അപ്പം ചെറിയ തെറ്റുകൾക്കും വലിയ തെറ്റുകളോട് അടുത്ത് നിൽക്കുന്ന ചില നിയ്യത്തുകൾക്ക്, ഉദ്ദേശങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് ലമം എന്ന് പറയും. സ്വാഭാവികമായും മനുഷ്യനിൽ അത് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഒഴികെ അത് ഏതു മനുഷ്യനിൽ നിന്നും സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ലമമുകൾ ഒഴികെ മറ്റു വലിയ പാപങ്ങളിൽ നിന്നും നീചവൃത്തികളൊന്നും ചെയ്യാതെ വിട്ടു നിൽക്കുന്നവരാണ് മുഹ്സിനീങ്ങൾ, നല്ല മനുഷ്യർ. ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, നിന്റെ റബ്ബ്, വാസിഉൽ മഗ്ഫിറ, വിശാലമായി പൊറുക്കുന്നവനാകുന്നു. വാസിഅ എന്ന് പറഞ്ഞാൽ വിശാലമായത് എന്നാണ്. വസിഅ, വിശാലമാവുക. വസിഅ യസഉ വുസ്അൻ. വസിഅ കുർസിയു സമാവാതി വൽ അർദ്. വസിഅ എന്ന് പറഞ്ഞാൽ വിശാലമാവുക. വാസിഅ എന്ന് പറഞ്ഞാൽ വിശാലമായത്. വാസിഉൽ മഗ്ഫിറ എന്ന് പറഞ്ഞാൽ, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനം. അള്ളാഹു വിശാലമായി പൊറുക്കുന്നവനാകുന്നു, അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ച നൽകുന്നവനാകുന്നു, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാകുന്നു. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അള്ളാഹു വിശാലമായി പാപമോചനം നൽകുന്നവനാകുന്നു, മഗ്ഫിറത്ത് നൽകുന്നവനാകുന്നു.
ഹുവ അവൻ അഅലമു ബിക്കും നിങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് നന്നായി അറിയാം. അഅലം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അറിയുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അഅലം ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. ഹുവ അഅലമു അള്ളാഹു അലിമ യഅലമു ഇൽമൻ അലിമ എന്ന് പറഞ്ഞാൽ അറിയുക. അഅലം എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി അറിയുന്നവൻ. ഹുവ അഅലമു ബിക്കും നിങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് ഏറ്റവും നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ അറിയുന്നതിനേക്കാൾ അള്ളാഹുവിന് നമ്മളെ അറിയാം. എപ്പോഴൊക്കെ റബ്ബിന് നിങ്ങളെ അറിയാം? ഒന്ന്, ഇത് അൻശഅകും മിനൽ അർദി, ഇത് അൻശഅകും നിങ്ങളെ അവൻ ആദ്യ തവണ സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോൾ. അൻശഅ യുൻഷിഉ ഇൻഷാഅൻ. അൻശഅ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, പുതുതായി ഉണ്ടാക്കുക. അൻശഅ യുൻഷിഉ ഇൻഷാഅൻ. ഇത് അൻശഅകും മിനൽ അർള് ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ മിനൽ തുറാബ് മണ്ണിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയ ആദം നബിയെ ഉണ്ടാക്കിയപ്പോൾ തന്നെ മനുഷ്യൻ എന്താണ് റബ്ബിനറിയാം. അലാ യഅലമു മൻ ഖലഖ സൃഷ്ടി നടത്തിയവൻ അറിയില്ലയോ? അപ്പോൾ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം എല്ലാ സൃഷ്ടിപ്പിനെക്കുറിച്ചും അവൻ അറിയാം. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മനുഷ്യൻ എന്നത് അള്ളാഹുവിനറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായി ജിന്നിനെ സൃഷ്ടിക്കുമ്പോൾ എന്താണ് ജിന്ന് എന്ന് അള്ളാഹുവിനറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായി മലക്കുകളെ സൃഷ്ടിക്കുമ്പോൾ എന്താണ് മലക്ക് എന്ന് അള്ളാഹുവിനറിയാം. ഇങ്ങനെ സൃഷ്ടികളെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിനാണ്. വഹുവൽ ഖല്ലാഖുൽ അലീം അവൻ ധാരാളമായി സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകും. അപ്പോൾ ഇത് അൻശഅകും മിനൽ അർദി ഭൂമിയിൽ വെച്ച് നിങ്ങളെ അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോൾ അള്ളാഹുവിന് നിങ്ങളെക്കുറിച്ചറിയാം. അതേപോലെ തന്നെ അത് ആദ്യ സൃഷ്ടി, അതിനുശേഷം പിന്നീട് മക്കളാവുന്ന അവസ്ഥയാണല്ലോ. വ ഇത് അൻതും നിങ്ങളായിരുന്നപ്പോഴും റബ്ബിനറിയാം. അജിന്നത്തുൻ അജിന്നത്ത് എന്ന് പറഞ്ഞാൽ ജനീനിൻ്റെ ജംആണ് അജിന്ന. ജനീൻ എന്ന് പറഞ്ഞാൽ വയറ്റിലുള്ള കുട്ടിക്കാണ്, ഗർഭസ്ഥ ശിശുവിനാണ് ജനീൻ എന്ന് പറയാം. ഗർഭസ്ഥ ശിശുവിനാണ് ജനീൻ എന്ന് പറയുക. അതിൻ്റെ ബഹുവചനമാണ് അജിന്ന. യഥാർത്ഥത്തിൽ ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിൽക്കുക എന്നാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം. എന്തുകൊണ്ടാണ് ശരിക്കും ജന്നത്ത് എന്ന് പറഞ്ഞാൽ ബുസ്താൻ, തോട്ടം, അഥവാ ധാരാളം മരങ്ങളും വൃക്ഷങ്ങളും വള്ളികളുമുള്ള തോട്ടത്തിനാണ് ബുസ്താൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നോക്കിയാൽ അതിൻ്റെ ഉള്ളിലുള്ളത് കാണാൻ പറ്റൂല. പുറത്ത് അത്രയും മരങ്ങളും ഇലകളും ഉള്ളതുകൊണ്ട് ഉള്ളിലുള്ളത് കാണാൻ പറ്റൂല, മറഞ്ഞു നിൽക്കുന്നത്. ഒരു പ്രകാശം പോലും കാടിനുള്ളിലേക്ക് വളരെ കുറഞ്ഞാണ് പ്രവേശിക്കുക. കാടിനുള്ളിൽ എപ്പോഴും ഒരു ഇരുട്ടായിരിക്കും. ഇപ്രകാരം പ്രകാശം പോലും കടന്നു വരാത്ത വിധം വൃക്ഷങ്ങൾ കൊണ്ടും മറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അത്തരം പൂന്തോപ്പുകൾക്ക് ജന്നത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് സ്വർഗത്തിന് ആ പേര് ലഭിച്ചത് ജന്ന. അതിൽ നിന്നാണ് ജിന്നിന് ജിന്ന് എന്ന പേര് ലഭിച്ചത്. കാരണം മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ജിന്നത്ത്, മിനൽ ജിന്നത്തി വന്നാസ്. ജന്നത്ത്, ജിന്നത്ത്. ജനീൻ വയറ്റിലുള്ള കുട്ടി കാണാൻ പറ്റൂല, ആണാണോ പെണ്ണാണോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നേർക്ക് നേരെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റൂല. ആ ജനീൻ. പാമ്പിന് ജിന്ന് എന്ന് പറയും. പാമ്പിന് പരിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ടപ്പോൾ അവിടെ ജിന്ന് എന്നാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് പാമ്പിന് ജിന്ന് എന്ന് പറയാൻ കാരണം? അധികവും മാളങ്ങളിലായിരിക്കും. മാളങ്ങളിലാണ് പുറത്തിറങ്ങുന്നത്, അപൂർവമാണ്, മനുഷ്യർ കാണാത്ത സന്ദർഭങ്ങളിലാണ്. അപ്പോൾ ജനീൻ വയറ്റിലുള്ള കുട്ടി, അതിൻ്റെ ജംആണ് അജിന്ന. വ ഇത് അൻതും അജിന്നത്തുൻ നിങ്ങൾ ഗർഭസ്ഥ ശിശുക്കളായിരുന്നപ്പോൾ. എവിടെ? ഫീ ബുത്തൂനി വയറുകളിൽ. ബത്തുന് എന്ന് പറഞ്ഞാൽ വയറ്, അതിൻ്റെ ജംആണ് ബുത്തൂൻ. ഉമ്മഹാത്തിക്കും ഉമ്മയുടെ ജംആണ് ഉമ്മഹാത്ത്. നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിങ്ങളായിരുന്നപ്പോഴും അള്ളാഹുവിന് നിങ്ങളെക്കുറിച്ചറിയാം. അപ്പോൾ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ആരംഭം, മണ്ണിൽ നിന്ന് നിങ്ങളെ ആദ്യ തവണ സൃഷ്ടിച്ച നിങ്ങളുടെ ആദ്യ പിതാവിനെയും അതിനുശേഷം മക്കളായ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ആണും പെണ്ണുമായി വന്ന ഈ മനുഷ്യരൊക്കെ റബ്ബിന്, നിങ്ങൾ ഗർഭാശയത്തിലിരിക്കുമ്പോഴും റബ്ബിന് നിങ്ങളെക്കുറിച്ചറിയാം.
അതുകൊണ്ട് ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പൊക്കി പറയേണ്ടതില്ല. സക്ക യുസക്കി തസ്കിയത്തൻ. സക്ക എന്ന് പറഞ്ഞാൽ പരിശുദ്ധിപ്പെടുത്തി പറയാം. സക്ക യുസക്കി തസ്കിയ. നിങ്ങൾ നിങ്ങളെ തന്നെ പൊക്കി പറയരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധിപ്പെടുത്തി പറയരുത്. ഫലാ തുസക്കൂ അൻഫുസക്കും. നിങ്ങൾ നിങ്ങളുടെ വലിപ്പം, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ പറയരുത്. കാരണം നിങ്ങളെക്കുറിച്ച് റബ്ബിനറിയാം. മനുഷ്യൻ്റെ രഹസ്യവും പരസ്യവും അല്ലാഹുവിനറിയാം. നിങ്ങളെ സൃഷ്ടിച്ചപ്പോഴും അറിയാം, നിങ്ങൾ ഉമ്മയുടെ വയറ്റിലായിരുന്നപ്പോഴും നിങ്ങൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് റബ്ബിനറിയാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പൊക്കി പറയരുത്. ഫലാ തുസക്കൂ അൻഫുസക്കും ഹുവ അഅലമു, അല്ലാഹു ഹുവ അവൻ, അഅലമു അവന് നന്നായി അറിയാം, ബിമനിത്തഖാ ആരാണ് തഖ്വയോടുകൂടി ജീവിക്കുന്നത്. ഇത്തഖാ യത്തഖി ഇത്തിഖാൻ. ഇത്തഖ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കുക. സൂക്ഷ്മത പാലിക്കുന്നതിനാണ് ഇത്തഖ എന്ന് പറയുന്നത്. വഖായഖി വിഖായത്തൻ സൂക്ഷിക്കുക. ഇത്തഖ യത്തഖി ഇത്തിഖാൻ. ഹുവ അഅലമു അല്ലാഹുവിന് ഏറ്റവും നന്നായി അറിയാം, ബിമൻ ഇത്തഖ ആരാണ് തഖ്വയോടുകൂടി ജീവിക്കുന്നത് എന്ന് അല്ലാഹുവിന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പൊക്കി പറയേണ്ടതില്ല, റബ്ബിന് നിങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയാം. അപ്പോൾ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണ് ഈ 32-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്ം, വൻ പാപങ്ങളെ ഉപേക്ഷിക്കുന്നവർ. എന്താണ് ഈ വൻ പാപം? നമുക്കറിയാം 7 മഹാപാപങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സബഉൽ മുബിഖ, ഷിർക്ക്, സിഹ്ർ, ഖത്ല് അന്യായമായി കൊല്ലൽ, പലിശ, അതേപോലെ നല്ല ആളുകളെ സംബന്ധിച്ച് മോശം പറയൽ. പക്ഷേ ഈ 7 കാര്യങ്ങളാണോ വൻപാപങ്ങൾ? അല്ല. വൻപാപം എന്ന് പറഞ്ഞാൽ അദാബിനെക്കുറിച്ച് താക്കീത് നൽകപ്പെട്ട എല്ലാ കുറ്റങ്ങളും വൻപാപമാണ്. അദാബിനെക്കുറിച്ച് അഥവാ ശിക്ഷയെക്കുറിച്ച് ഖുർആനിലോ ഹദീസിലോ ഒരു തെറ്റിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നരകമുണ്ട് എന്ന് പറയപ്പെട്ട എല്ലാ തെറ്റുകൾക്കുമാണ് എന്ത് പറയുന്നത്? വൻ പാപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരാൾ മൂത്രമൊഴിച്ച് നന്നായി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതെന്താണ്? വൻ പാപമാണ്. കാരണം ശുദ്ധിയില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. നിസ്കാരം ശരിയായില്ലെങ്കിൽ അതാണ് ഏറ്റവും അടിസ്ഥാനം. അതുകൊണ്ടാണ് ഖബറിൽ വെച്ച് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് റസൂലുള്ള കേട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീക്ഷണത്തിൽ ചെറുതായിരിക്കാം, പക്ഷേ വൻ പാപത്തിൻ്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നത്. അയാൾ മൂത്രമൊഴിച്ചാൽ മര്യാദക്ക് കഴുകാറുണ്ടായിരുന്നില്ല. മറ്റൊരു റിവായത്തിലുള്ളത് മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നോക്കിയാൽ ഔറത്ത് കാണാൻ പറ്റും. ഇത് മുസ്ലിങ്ങളിൽ നിന്നൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ വൻപാപം എന്ന് പറയാൻ കാരണം? അതിനെക്കുറിച്ച് വഈദ് വന്നിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടുകയാണ് ഖബറിൽ. ഇപ്രകാരം ശിക്ഷയെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഗീബത്ത് വൻ പാപമാണ്, ഗീബത്ത് വൻ പാപമാണ്, നമീമത്ത് വൻ പാപമാണ്. അവർക്കൊക്കെ ശിക്ഷയെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. എന്നാൽ ഖുർആനിലും ഹദീസിലും ശിക്ഷയെക്കുറിച്ച് വരാത്തത് ചെറിയ പാപങ്ങളാണ്. അപ്പോൾ വൻ പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, വ്യഭിചാരം പോലെ ഉള്ള തിന്മകൾ. വൽ ഫവാഹിഷ, ഫാഹിഷത്തിൻ്റെ ജമാണ് ഫവാഹിഷ്. ഫവാഹിഷിനെ വേറെ തന്നെ പറയാൻ കാരണം അതിൻ്റെ ഗൗരവം കൊണ്ടാണ്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷത്തൻ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്, കാരണം വ്യഭിചാരം ഫാഹിഷത്താണ്, നീചവൃത്തിയാണ്. അപ്പോൾ അതിനോടടുത്ത സ്വർഗരതി തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഫവാഹിഷുകളിൽപ്പെട്ടതാണ്, ഫാഹിഷത്തിൽപ്പെട്ടതാണ്. ഇല്ലല്ലമം, നിസ്സാരമായതൊഴികെ. എന്താണ് നിസ്സാരം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ താക്കീതുകൾ നൽകപ്പെടാത്ത ശിക്ഷകൾ, തെറ്റുകൾ, നരകമുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട് എന്ന് പറയാത്ത ചെറിയ ചെറിയ തെറ്റുകൾ. അതേപോലെ തന്നെ വലിയ തെറ്റിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു ഷൈഅൻ അശ്ബഹ ബില്ലമം,
ലമമിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത് മിമ്മ ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ആരിൽ നിന്ന്? അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. ഇന്നല്ലാഹ കതബ അല ഇബ്നി ആദം ഹല്ലഹു മിനസ്സിന, വ്യഭിചാരത്തിൻ്റെ ചില ഓഹരികൾ ആദം സന്തതികളുടെ മേൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു, അത് സംഭവിക്കാതിരിക്കില്ല. അദ്റകഹു ദാലിക ലാ മഹാല, അത് ഒരു രക്ഷയില്ല, അത് സംഭവിച്ചു പോകും. ഏതൊക്കെയാണത്? ഒന്ന് ഫസിനൽ ഐനൈൻ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം. എന്താണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം? അന്നളറു, ഹറാമ് നോക്കലാണ്, അന്യ സ്ത്രീകളെ നോക്കലാണ്. അല്ലെങ്കിൽ ആ നിലക്ക് സ്ത്രീകളെ നോക്കുന്നതിന്, അല്ലെങ്കിൽ ഔറത്തുകൾ നോക്കുന്നതിന്, അതിനാണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറയുന്നത്. അതൊരു വ്യഭിചാരമാണ്. അതേപോലെ തന്നെ വസിനൽ ലിസാൻ, നാവ് കൊണ്ടുള്ള വ്യഭിചാരം. എന്താണത്? അൽ മൻതിഖു, തോന്നിവാസം നാവുകൊണ്ട് പറയലാണ്. പിന്നെ മറ്റൊരു റിവായത്തിൽ കൈകൊണ്ടുള്ള വ്യഭിചാരം സ്പർശിക്കലാണ്, ചുംബിക്കലാണ്. വന്നഫ്സു തതമന്ന വതഷ്തഹി വൽ ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബു, അത് പിന്നീട് അവരെ വലിയ പാപത്തിലേക്ക് അഥവാ വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. നോട്ടം പിന്നീട് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും, സംസാരം വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. അപ്പോൾ വലിയ പാപത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്നത് അത്തരം കാര്യങ്ങളാണ് ലമം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാദൃശികമായ ഒരു നോട്ടം അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അറിയാതെ നോക്കിപ്പോകാം. പക്ഷേ പിന്നീട് രണ്ടാമത്തെ നോട്ടം ഡെലിബറേറ്റ്ലിയാണ്, മനഃപൂർവ്വമാണ്. ആ നോട്ടം പാടില്ല. ലാ തത്ബ ഇന്നളറ അന്നളറ, ഒരു നോട്ടത്തെ രണ്ടാമത്തെ നോട്ടം ഫോളോ ചെയ്യരുത്. രണ്ടാമതും ഒന്നുകൂടി നോക്കുമ്പോൾ അത് ഉദ്ദേശത്തോടു കൂടിയുള്ള നോട്ടമാണ്. ആദ്യത്തേത് യാദൃശികമായി കണ്ണിൽപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞത്, ഹുവർ റജുലു യുലിമു ബിൽ ഫാഹിഷ സുമ്മ യതൂബ്, ഹുവർ റജുലു യുലിമു ബിൽ ഫാഹിഷ സുമ്മ യതൂബ്, ഒരു നീചവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി, പക്ഷെ പിന്നീട് തൗബ ചെയ്ത് മടങ്ങി. അത് ചെയ്തില്ല. ഗുഹയിലകപ്പെട്ട ആൾ സംസാരിച്ചതുപോലെ അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചത്, റബ്ബേ എനിക്ക് വ്യഭിചരിക്കാനുള്ള അവസരം ഉണ്ടായി, ഞാൻ അതിൻ്റെ തൊട്ടടുത്തെത്തി, പക്ഷേ നിന്നെക്കുറിച്ച് അവൾ പറഞ്ഞപ്പോൾ എനിക്ക് റബ്ബിനെക്കുറിച്ച് പേടിയായി, ഞാൻ അതിൽ നിന്ന് പിന്മാറി. അപ്പോൾ ആ തെറ്റ് സംഭവിച്ചില്ല, അവിടെ അതിൽ നിന്ന് പിന്മാറി. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി പള്ളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീയെ കയറി ചുംബിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിന് വലിയ കുറ്റബോധമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, കാര്യം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, 5 വഖ്ത് നമസ്കാരം അത് കൃത്യമായി പതിവായി അത് ചെയ്യുക, താങ്കളുടെ ആ തിന്മയെ ഈ നന്മകൾ മായ്ച്ചു കളയുന്നതാണ്. എന്നാൽ അത് വ്യഭിചാരമായിരുന്നെങ്കിലോ, നബിയുടെ അടുത്ത് വ്യഭിചരിച്ചു എന്ന് വന്ന് പറഞ്ഞവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദ് നടപ്പാക്കിയിട്ടുണ്ട്. കാരണം അത് സമ്പൂർണ്ണ വ്യഭിചാരമാണ്. എന്നാൽ ഒരു ഹറാം, ഒരാളെ നോക്കിപ്പോയി, ഒരാളെ തൊട്ടു, ഒരു സ്ത്രീയെ തൊട്ടുപോയി, അതിൻ്റെ പേരിൽ എറിഞ്ഞുകൊള്ളലുണ്ടോ? ഇല്ല. പക്ഷേ അത് ലമമാണ്, അത് വൻ പാപങ്ങളിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കുല്ലു ഷൈഇൻ ബൈനൽ ഹദ്ദൈനി ഹദ്ദി ദുനിയ വ ഹദ്ദിൽ ആഖിറ തുകഫിറുഹു സ്വലവാത്തു വഹുവൽ ലമം. നമ്മുടെ നന്മകൾ കൊണ്ട് മാഞ്ഞു പോകുന്ന തിന്മകൾക്കാണ് ലമം എന്ന് പറയുന്നത്. കൃത്യമായൊരു നിർവചനമാണ്. അഥവാ വുളു എടുക്കുമ്പോൾ നമ്മുടെ ഒരുപാട് പാപങ്ങൾ, കണ്ണുകൊണ്ട് കാതുകൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള തിന്മകളൊക്കെ വുളു എടുക്കുമ്പോൾ തന്നെ അള്ളാഹു പുറത്തു തരും, മാഞ്ഞു പോകും. നിസ്കരിക്കുമ്പോൾ വീണ്ടും റമളാൻ മുതൽ മറ്റൊരു റമളാൻ വരെ, ഒരു ഉംറ മുതൽ മറ്റൊരു ഉംറ വരെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഒരു ജുമഅ മുതൽ മറ്റൊരു ജുമഅ വരെ. ആ പാപങ്ങൾ ഏതാണ്? ചെറിയ പാപങ്ങളാണ്. സൽക്കർമ്മം കൊണ്ട് തന്നെ അത് മാഞ്ഞു പോകും. അങ്ങനെയുള്ളവക്കാണ് ലമം എന്ന് പറയുന്നത്. കാരണം അത് മനുഷ്യരിൽ നിന്ന് അറിയാതെ പോലും സംഭവിച്ചു പോകുന്നതാണ്. അതേപോലെ തന്നെ ദുനിയാവിൽ ഹദ്ദില്ലാത്തതും എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലുക തുടങ്ങിയിട്ടുള്ള ഒരു ഇസ്ലാമിക ഭരണകൂടം നിർവഹിക്കേണ്ട ശിക്ഷയും നൽകാൻ പറ്റാത്ത കാര്യങ്ങൾ, അതിനാണ് ലമം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലമമുകൾ മനുഷ്യനിൽ നിന്നും ഉണ്ടാകും. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചെറിയ പാപമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ആവർത്തിക്കരുത്. മനുഷ്യൻ്റെ ദുർബലത കൊണ്ട് അള്ളാഹു പുറത്തു തരുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞത് ഏതുപോലെയാണ്? നിങ്ങൾ ചെറിയ പാപങ്ങൾ ആവർത്തിച്ചാൽ, അത് റസൂലുള്ളാഹി ഒരു ഉപമയോടുകൂടി പറഞ്ഞു തന്നു. ഒരാൾ ഒരുപാട് ചെറിയ ചെറിയ കമ്പുകൾ ശേഖരിച്ചു വെച്ചു.
എന്നിട്ട് അതിൽ തീയിട്ടാൽ അതൊരു വലിയ തീയായി മാറും. എന്നാൽ ഒരു ചെറിയ കമ്പായിരുന്നെങ്കിൽ അതിനത്ര എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ അതിലേക്ക് വേറൊന്നുകൂടി വന്നാൽ അപ്പോൾ ഇസ്ലാമിലൊരു ഖായിദ തന്നെ എന്താണ്? ചെറിയ പാപങ്ങൾ അധികരിച്ചാൽ വലിയ പാപമായി മാറും. ചെറിയ പാപങ്ങൾ അധികരിച്ചാൽ വലിയ പാപമായി മാറും. അതുകൊണ്ട് അത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. നിങ്ങളുടെ റബ്ബ് വിശാലമായി പുറത്തു തരുന്നവനാണ്. ഹുവ അഅലമു ബിക്കും. അള്ളാഹുവിന് നിങ്ങളെക്കുറിച്ചറിയാം. ഇത് അൻശഅക്കും മിനൽ അർദ്. നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ തെറ്റ് സംഭവിക്കുന്നവനായിട്ടാണ് മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചത്, മലക്കിനെ പോലെയല്ല. അതേപോലെ തന്നെ ഇത് അൻതും അജിന്നത്തും ഫി ബുത്തൂനി ഉമ്മഹാത്തിക്കും. നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്നപ്പോൾ തന്നെ 4 മാസം കഴിഞ്ഞാൽ റൂഹ് ഊതുന്നതിന് മുമ്പ് ഒരു മലക്കിനെ പറഞ്ഞേക്കും. ആ മലക്കിനോട് എഴുതാൻ പറയും. ഉക്തുബ്, എഴുതാൻ പറയും. എന്താണ് എഴുതുന്നത്? എത്ര വയസ്സ് വരെ ജീവിക്കും. അത് ഓൾറെഡി എഴുതപ്പെട്ടതാണ്. ആ മലക്കിന് അതറിയാം, റബ്ബിനും അതറിയാം. അയാളുടെ ആയുസ് എത്രയാണ് എന്ന് എഴുതാൻ പറയും. അയാളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഉപജീവനം എങ്ങനെയായിരിക്കും? കച്ചവടമാണോ, കൃഷിയാണോ, എത്ര ഉണ്ടാവും, എത്ര ഉപജീവനം ഉണ്ടാവും, എത്ര സമ്പാദ്യം ഉണ്ടാവും, അത് എഴുതി വെക്കപ്പെടുന്നുണ്ട്. അത് പൂർത്തിയായിട്ടേ ഒരാൾ മരിക്കൂ എന്നാണ്. നിങ്ങൾ തിരക്കൂട്ടണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തെല്ലാം കളി നിങ്ങൾ കളിച്ചാലും നിങ്ങൾക്ക് ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹു കണക്കാക്കിയ റിസ്ക്കിലെ അവസാനത്തെ ധാന്യവും വയറ്റിലെത്തിയിട്ടേ മരിക്കൂ. അത് എഴുതി വെക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഔ ഷഖിയ്യുൻ ഔ സഈദുൻ, സ്വർഗ്ഗക്കാരനാണോ നരകക്കാരനാണോ എന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബിന് അതറിയാം. അതാണ് ഹുവ അഅലമു ബിക്കും. പടച്ചോനറിയാം നിങ്ങൾ സ്വർഗത്തിൻ്റെ ആളാണോ നരകത്തിൻ്റെ ആളാണോ. നമ്മളെപ്പോലെയല്ല, നമുക്കറിയുന്നത് ഒരാളെ കണ്ടിട്ടാണ്. റബ്ബിന് സൃഷ്ടിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പടച്ച റബ്ബിനറിയാം. റബ്ബിൻ്റെ ഇൽമ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വാഴ്ത്തി പുകഴ്ത്തി പറയരുത്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നബിയുടെ അടുത്തൊരു സ്ത്രീ വന്നു. പേരെന്താണ് എന്ന് ചോദിച്ചു. കുട്ടിക്ക് പേരെന്താണ് ഇട്ടത് എന്ന് ചോദിച്ചു. ബറ എന്ന് പറഞ്ഞു. ബറ എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പൊക്കി പറയരുത്. ഇന്നല്ലാഹ അഅലമു ബി അഹ്ലിൽ ബിർരി മിൻകും, നിങ്ങളിൽ ആരാണ് പുണ്യം ചെയ്യുന്നതെന്ന് റബ്ബിനറിയാം. അപ്പോൾ അവർ ചോദിച്ചു ബിമൻ ഉസമ്മീഹ, എങ്കിൽ പിന്നെ ഞാൻ എന്ത് പേരാണ് ഇടേണ്ടത്? പ്രവാചകൻ പറഞ്ഞു സമ്മൂഹ സൈനബ്, സൈനബ് എന്ന് പേരിട്ടോ എന്ന് പറഞ്ഞു. റസൂൽ നിർദ്ദേശിച്ചൊരു പേരാണ് സൈനബ്. സൈനബ് എന്ന് പേരിട്ടാൻ പറഞ്ഞു. ബറ എന്നുള്ള പേര് മാറ്റി. കാരണം പുണ്യം ചെയ്യുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ സ്വയം പുകഴ്ത്തുന്ന ഒരു പേര് അത്ര നല്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാടില്ല എന്ന് പറഞ്ഞു. കാരണം റഹ്മാനായ റബ്ബിനറിയാം നിങ്ങളിൽ ആരാണ് പുണ്യവാനെന്ന്. അതേപോലെ തന്നെ ഒരു ഹദീസിൽ കാണാം മദഹ റജുലുൻ റജുലൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക് ഖതഅത ഉനക സാഹിബിക് മിറാറൻ. ഒരാളുടെ മുന്നിൽ വെച്ച് ആ വ്യക്തിയെ മറ്റൊരാൾ പുകഴ്ത്തുന്നത് റസൂലുള്ള കണ്ടു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നീ അയാളുടെ കഴുത്തിനെ മുറിച്ചിരിക്കുന്നു. ആവർത്തിച്ചു പറഞ്ഞു ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരാളെ പുകഴ്ത്തരുത്. അങ്ങനെ പുകഴ്ത്തുമ്പോൾ അയാൾ സ്വയം പൊങ്ങിപ്പോയേക്കാം, തെറ്റായ ചിന്ത വന്നേക്കാം, ഉജുബ് വന്നേക്കാം, ഫഖർ വന്നേക്കാം, കിബർ വന്നേക്കാം, ഇതൊക്കെ വരാം. അതുകൊണ്ട് ഒരാളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അയാളെ മദ്ഹ് പറയരുത്. അതേപോലെ തന്നെ മറ്റൊരാളെ സംബന്ധിച്ച് അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ ആണയിട്ട് പറയരുത്. പിന്നെ റസൂലുള്ള പറഞ്ഞു എന്താണ്, ഇനി നിങ്ങൾക്ക് ലാ മഹാല ഒരാളെക്കുറിച്ച് പറഞ്ഞേ മതിയാകൂ എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ എന്തു പറയണം? അഹ്സബു ഫുലാനൻ വല്ലാഹു ഹസീബുഹു വലാ ഉസക്കി അലല്ലാഹി അഹദ അഹ്സബുഹു കദാ വ കദാ. ഞാൻ ഒരാളെക്കുറിച്ച് എങ്ങനെയാണ് വിചാരിക്കുന്നത്, പക്ഷേ അള്ളാഹുവാണ് അയാളെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഞാൻ അയാളെക്കുറിച്ച് ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, പക്ഷേ അള്ളാഹുവിൻ്റെ മേലെ കയറി ഞാൻ ഒരാളുടെയും പരിശുദ്ധിയെ പറയൂല. റബ്ബിനാണ് കൂടുതൽ അറിയുന്നത്. എന്നാലും ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഈ നിലക്കാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ അയാൾ നല്ല മനുഷ്യനാണ് എന്ന് 100% നിങ്ങളാണ് ഇട്ട് പറയരുത്. റബ്ബിനാണതറിയുന്നത്. അപ്പം അതിലൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. ഈ ആയത്തിൻ്റെ ഒരാശയം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും. അതുകൊണ്ടാണ് ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ വാഴ്ത്തി പുകഴ്ത്തി പറയരുത്. ഹുവ അഅലമു ബിമൻ ഇത്തഖാ, ആരാണ് തഖ്വയോടെ ജീവിക്കുന്നത് എന്ന് അള്ളാഹുവിനറിയാം. നിങ്ങളുടെ രഹസ്യവും പരസ്യവും നിങ്ങളുടെ മനസ്സിലെ ചിന്തകളൊക്കെ ആർക്കാണ് അറിയുന്നത്? അള്ളാഹുവിനാണ്
അറിയുന്നത്. അപ്പോൾ അത് റബ്ബിനറിയാം. നിങ്ങൾ നിങ്ങളെ തന്നെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പ്രകാരം വളരെ വലിയ ആശയങ്ങളാണ് 32-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിലെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല മനുഷ്യന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.